ഹലോ, എന്ത് പറയുന്നെല്ലാവരും സുഖമല്ലേ? രാവിലെ നേരത്തെ എണീക്കൽ എൻ്റെ ഒരു ശീലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രിറ്റി മച്ച് എല്ലാ ദിവസവും ഞാൻ സൺറൈസ് ഒക്കെ കാണാറുണ്ട്. എന്താണെന്നറിയില്ല, രാവിലെ എണീറ്റ് ഒരു കാപ്പിയെ കുടിച്ച് എൻ്റെ ബാൽക്കണി കൂടെ ഒന്ന് തേരെ വരെ നടന്ന ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്. ലൈക്ക് ഐ ഡോണ്ട് നോ, ഇറ്റ് മേക്സ് മൈ ഡേ ബെറ്റർ. ഒരു കാര്യം എടുത്തു പറയാതെ പറ്റത്തില്ല, ഇവിടുത്തെ എയർ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. മഴയൊന്നുമില്ല, മേഘങ്ങളൊന്നും കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള മലകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആഹാ, സൂപ്പർ അല്ലേ? രാവിലെ നീറ്റെന്ന് വിചാരിച്ചിട്ട് കുളിയൊന്നും രാവിലെ തന്നെ ഇല്ല കേട്ടോ, അതൊക്കെ വൈകിട്ടുള്ളൂ. അതിന് മാത്രമുള്ള ഒരു മര്യാദ പുരുഷോത്തമനൊന്നും അല്ല ഞാൻ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് പറയട്ടെ. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് എനിക്ക് സാമൺ ഗ്രില്ല് ചെയ്യണം. അപ്പോൾ അത് ഞാൻ വീഡിയോ ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് യൂട്യൂബിൽ ഇടുന്നതല്ലേ ഉചിതം. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അല്ലെങ്കിൽ ട്രാവൽ വീഡിയോസ് മാത്രം വേണ്ട, എല്ലാം ആയിക്കോട്ടെ നമ്മുടെ യൂട്യൂബിൽ. ഹലോ, ഹായ്. നമ്മളിന്നൊരു സാമൺ ഗ്രില്ല് ചെയ്യാൻ പോവാണ്. കാണിച്ചു തരാം. ഇതിനൊരു ബേസിക് മാരിനേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോൾട്ട്, പിന്നെ പെപ്പർ. അവരവരുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഇടുക കേട്ടോ. എനിക്ക് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ കഴിക്കുന്നതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓരോരുത്തർക്കും എരിവിൻ്റെയൊക്കെ ഒരു ടോളറൻസ് വേറെ ആയിരിക്കുമല്ലോ. അതനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഇത് ജിഞ്ചർ പൗഡറാണ്. ജിഞ്ചർ പൗഡർ ഇടുക. കുറച്ച് അണിയൻ പൗഡർ. നമ്മുടെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അണിയൻ പൗഡർ നല്ല ടേസ്റ്റാണ്, ഇതിട്ട് ഒരു ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നത്. പിന്നെ യൂഷ്വലി സ്മോക്ക് പെപ്രിക്കയാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ഇല്ല. അപ്പം നമ്മൾ സാധാരണ കാശ്മീരി ചില്ലി വെറുതെ ഒരു ചെറിയൊരു കുട്ടി എരിവിന് വേണ്ടിയിട്ട് മാത്രം നമ്മളിടാണ്. ഓവറാക്കണ്ട. ദാറ്റ്സ് ഇറ്റ്. ഇത് ബട്ടറിൻ്റെ പീസുകളാണ്. ഇങ്ങനെ മുകളിലിങ്ങനെ വയ്ക്കുക. ഞാൻ എൻ്റെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് 400 ഫാരൻഹീറ്റിൽ. സോ യാ, നമുക്കിനി ഇത് ഓവനിലോട്ട് എടുത്ത് വയ്ക്കാം. ഒരു 15 മിനിറ്റോളം മതി. നമ്മുടെ പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മൾ ഫിഷ് വയ്ക്കുകയാണ്. ഒരു കുട്ടി അവക്കാഡോ സാലഡ് ഉണ്ടാക്കണം. അവക്കാഡോ ഇങ്ങനെ വേണ്ട, എളുപ്പത്തിൽ വന്നല്ലേ. ഇനി ഇതിങ്ങനെ ശരിയായി, നൈസ്, കൊള്ളാം. അതിനുശേഷം ഇതിങ്ങനെ നുറുക്കുക. ഈ ഡിൽ ലീവ്സ് കട്ട് ചെയ്തിടുക. ഇതൊക്കെ എല്ലാ കടയിൽ പോയാലും നമുക്ക് കിട്ടും കേട്ടോ. ഇതിലോട്ട് ലെമൺ സെസ്റ്റ്. ഇതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതൊന്ന് സ്ക്വീസ് ചെയ്യാം. ഓക്കെ, സ്ക്വീസ് ചെയ്യാം. ഇനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ സാധനം റെഡി ആയി കഴിഞ്ഞു. അടിപൊളി. ഇനി ഇത് പ്ലേറ്റ് ചെയ്യുക, കഴിക്കുക. ഞാൻ ഇടയ്ക്കുന്ന ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളി. ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് എങ്ങനെ മാറുമെന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ലേ? ഇല്ലേ? ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. അപ്പോൾ പിന്നെ കാണാം. ബൈ.